Okay, friends, welcome to day 11. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. ശബ്ദം ഓക്കെ ആണല്ലോ അല്ലേ? കേൾക്കാലോ? കേൾക്കാം. ഓക്കെ. സോ നമുക്ക് ഇനീഷ്യലി ഒരു മെഡിറ്റേഷൻ ആവാം. ജസ്റ്റ് റിലാക്സ്. കണ്ണാടിയൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമാകുക. ഇരിക്കുന്ന ഇരിപ്പിടം ഒന്ന് അറിയുക. അതിന്റെ പതുപതുപ്പ്, സോഫ്റ്റ്നെസ്, അത് തരുന്ന വാംത്ത്. എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിപ്പിടത്തിന്റെ ടെക്സ്ചറും ക്വാളിറ്റിയും ഒക്കെ ഒന്ന് അറിയുക. Know where exactly you are. എവിടെയാണ് ഇരിക്കുന്നത്? എന്തിലാണ് ഇരിക്കുന്നത്? അതിൽ കിട്ടുന്ന സുഖകരവും സ്വസ്ഥവുമായ അനുഭവം മുഴുവൻ ശരീരത്തിലും അനുഭവിക്കുക. തലയുടെ ഭാരം കഴുത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കാൻ തല മെല്ലെ ഒന്ന് താഴ്ത്തി താടി നെഞ്ചിന്റെ ഡയറക്ഷനിലേക്ക് ചെറുതായി ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക. ചെറുതായി, തല കുനിക്കരുത്, ചെറുതായി ഒന്ന് താഴ്ത്തി കൊടുക്കുക. തല ഒന്ന് താഴ്ത്തി താടി നെഞ്ചിന്റെ ഭാഗത്തേക്ക് ആക്കി വെക്കുക. തൊട്ട് വയ്ക്കാനല്ല, ആ ഡയറക്ഷനിലേക്ക് ഒന്ന് ചെറുതായി ബെൻഡ് ചെയ്ത് വെക്കുക. അപ്പൊ കഴുത്തിന്റെ പിൻഭാഗവും ഷോൾഡറും ഒക്കെ ഒന്ന് സ്വസ്ഥമാകുന്നത് അനുഭവിക്കുക. ആ പൊസിഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫിസിക്കലി തോന്നുന്നവർ അവരവരുടെ സ്വസ്ഥതയ്ക്കനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഷോൾഡേഴ്സ്, തോളല്ലുകൾ ഇറുക്കി പിടിച്ചിരിക്കുകയാണോ നോക്കുക. അതിനെ ഒന്ന് റിലാക്സ് ചെയ്ത് വിടുക. ജസ്റ്റ് മനസ്സുകൊണ്ട് അതിനെ ഒന്ന് താഴോട്ട് റിലാക്സ് ചെയ്ത് വിടുക. തോളെല്ലിനോട് ചേർന്ന് നമ്മുടെ അപ്പർ ബാക്ക് പുറകുവശത്ത് മുകളിലായി ആ മസിൽസിനെ ഒബ്സർവ് ചെയ്യുക. അതിനെയും റിലാക്സ് ചെയ്യുക. ഒന്ന് താഴോട്ട് മനസ്സുകൊണ്ട് ഒന്ന് ആ ഭാഗത്ത് ചെന്ന് ആ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യുക. സ്വസ്ഥമാക്കി വിടുക. മിഡിൽ ബാക്ക്, ലോവർ ബാക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും സ്റ്റിഫായി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അയച്ചു വിടുക. നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്ത് കൊണ്ടുചെന്ന് ആ ഭാഗത്തെ ഒന്ന് റിലാക്സ് ചെയ്ത് അയച്ചു വിടുക. സ്വസ്ഥമായിരിക്കുക.
അനുവദിക്കുക. ശരീരത്തിന്റെ വശങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് സൈഡ്സും, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. കക്ഷം മുതൽ, ആംപിറ്റ് മുതൽ താഴോട്ടുള്ള നമ്മുടെ ബോഡിയുടെ സൈസ് ഓഫ് ബോഡി. അവിടുത്തെ മസിലുകളും ഒന്ന് അയച്ചു കൊടുക്കുക. സ്വസ്ഥമായിരിക്കുകയാണോ എന്ന് ഒബ്സർവ് ചെയ്യാം. മുൻപിലായി ചെസ്റ്റ് മുഴുവനായി ഒബ്സർവ് ചെയ്യുക. തോളെല്ലിനോട് ചേർന്ന് അപ്പർ ചെസ്റ്റ് ആ മസിൽസ് സ്വസ്ഥമായിരിക്കുകയാണോ എന്ന് നോക്കുക. ഓരോ ഭാഗവും ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവിടെ സ്വസ്ഥമാകുന്നത് ആ രസകരമായ അനുഭവം അറിയുക. മിഡിൽ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ്, നെഞ്ചിന്റെ ഭാഗം മുഴുവൻ സ്വസ്ഥമാകുന്നത് ആസ്വദിക്കുക. വയർ ശ്രദ്ധിക്കുക. അപ്പർ അബ്ഡമൻ, പൊക്കിളിന്റെ ഭാഗം, ലോവർ അബ്ഡമൻ. ആ ഭാഗത്തെ സെൻസേഷൻസ് എന്താണെന്ന് അറിയുക. എന്തെങ്കിലും വെപ്രാളങ്ങളോ ചൂടോ ഇറുക്കിപ്പിടുത്തമോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ വയറ് നിറയെ ബ്രീത്ത് ചെയ്യുക. വയറങ്ങനെ ഫുള്ളാവുന്നത് വരെ ബ്രീത്ത് ഇൻ ചെയ്യുക. വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 3 തവണ അങ്ങനെ ദീർഘമായി ശ്വസിച്ച് വയറ് മുഴുവനായി ഫില്ലാവുന്നത് കണ്ട് ദീർഘമായി നിശ്വസിച്ച് അത് മുഴുവൻ വായിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ വയറിന്റെ ഭാഗം സ്വസ്ഥമാകുന്നത് അറിയുക. ശ്രദ്ധ ഇടുപ്പിലേക്ക് നൽകുക. അടിവയറ് അവിടുന്ന് താഴോട്ട് ഇടുപ്പിലേക്ക് നൽകുക. ജെനിറ്റൽസ്, ബട്ടക്സ്, താഴോട്ട് തൈസ്, 2 മുട്ടുകൾ, കാഫ് മസിൽസ്, ആങ്കിൾസ്, 2 കാൽപാദങ്ങൾ, കാൽ വിരലുകൾ, എല്ലാ ഭാഗങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവിടെ റിലാക്സ് ചെയ്യുന്നത് ആ രസകരമായ അനുഭവം ആസ്വദിക്കുക.
മുഴുവൻ ശരീരവും സ്വസ്ഥമായി ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് അറിയുക. ശ്വാസത്തോടൊപ്പമുള്ള ശരീരത്തിന്റെ താളാത്മകമായ ആ ചലനം, പ്രത്യേക താളത്തിലുള്ള ഒരു ചലനം, അത് ആസ്വദിക്കുക. നെഞ്ചിന്റെ ഭാഗത്ത്, വയറിന്റെ ഭാഗത്ത്, ഷോൾഡേഴ്സിൽ എല്ലാം ഒരു പ്രത്യേക താളത്തിൽ ഉണ്ടാകുന്ന ചലനം. ഡാൻസ് ഓഫ് ബ്രെത്ത്, ശ്വാസത്തിന്റെ നൃത്തം. അതങ്ങനെ ആസ്വദിക്കുക. മെല്ലെ കൈകൾ രണ്ടും റബ് ചെയ്ത് ആ ചൂട് കണ്ണിന് നൽകുക. ഒരു പുഞ്ചിരിയോടെ കണ്ണു തുറക്കുക. So good evening, friends. നമ്മുടെ ഹീറോയുടെ കഥ തുടരുകയാണ് അല്ലേ? മൈൻഡ് ഓർമ്മയില്ലേ നമ്മുടെ ഹീറോ? ഇന്ന് നമുക്ക് പുള്ളിക്കാരന്റെ ശക്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ അറിയാം. ബേസിക് ആയിട്ട് ആശാന്റെ ജോലി എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമുക്കൊന്ന് നോക്കാവുന്നു. സോ റെഡി? ഫാക്കൽറ്റീസ് ഓഫ് മൈൻഡ് 3 പ്രധാന ശക്തികളാണ്. ആർക്കെങ്കിലും പറയാമോ 3 പ്രധാന ശക്തി മനസ്സിന്റെ?
ഒരു ക്ലൂ തരാം. ഓർത്ത് വെക്കാനുള്ള കഴിവ്. ആ, ഓർത്ത് വെക്കാനുള്ള കഴിവ്. മെമ്മറി. ഓർമ്മ. ഞാൻ ഇന്ന് കേട്ടോ. മെമ്മറി. അതിന്റെ 3 പ്രധാന ഫാക്കൽറ്റീസ് ആണ് ഇന്ന് വരുന്നത്. മെമ്മറി തീർച്ചയായിട്ടും ഉണ്ട്. 3 പ്രധാന ശക്തി. ഒരു ക്ലൂ തരാം. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. ആ, ഇച്ഛ ഇങ്ങോട്ട് വന്നപ്പോ കാര്യങ്ങൾ പിടികിട്ടി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛ, അത് തന്നെ നല്ല ഉറപ്പുണ്ട് അല്ലെ? ഇവിടെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നു. കേൾക്കാമല്ലോ അല്ലെ എല്ലാവർക്കും? കേൾക്കാം. കേൾക്കാം. ഓക്കെ. സോ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസയർ ഉണ്ടാകുന്നത് ഇച്ഛ. ഒരു ഡിസയർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. നമുക്ക് ഓണമാണ്, പുതിയ ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ്, പുതിയ ഡ്രസ്സ് എടുക്കണം. ഒരു ഇച്ഛ വന്നു. ഞാൻ അതിന്റെ ചെറിയ വളരെ മൈന്യൂട്ട് വേർഷനാ പറയുന്നത്. ഡിസയർ ലെവലിൽ നമ്മൾ ചിന്തിച്ചാൽ പുതിയൊരു ഉടുപ്പ് എടുക്കണം. പിന്നെ ഇനി എന്ത് ചെയ്യും? ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിങ്. യെസ്, പ്ലാനിങ്. ആക്ഷൻ. അതെനിക്ക് മനസ്സിലായില്ല. ആക്ഷൻ എക്സിക്യൂഷൻ. ആക്ഷൻ, പ്ലാനിങ്, ആക്ഷൻ. എന്നാലും നമ്മൾ വെറുതെ ഉടുപ്പെടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഡൈനാമിക്സ് എന്തായിരിക്കും? നമ്മൾ വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്ത ആക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് സട്ടിൽ ലെയറിൽ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ എക്സൈറ്റ്മെന്റ്. യെസ്, എക്സൈറ്റ്മെന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഈ ഡിസയറിനെ പ്രാവർത്തികമാക്കി എടുക്കാനുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരു പുഷാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് എസ്പെഷ്യലി നമുക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം. അവർക്കൊരു പുതിയ കളിപ്പാട്ടം വേണം. നമ്മൾ പറയണത് നിന്റെ ബർത്ത്ഡേ ആണ്, പുതിയ കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. പിന്നെ ഇരുശരണം തരുമോ? പിന്നെ അതായത് പിന്നെ പുറകെ നിൽക്കും. ഞാനിടല്ലോ അതിൽ അങ്ങനെ കണ്ടു, എനിക്ക് അത് മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വന്നിട്ട് അല്ല, എനിക്ക് ഇപ്രാവശ്യം ഇത് മതി ഇല്ലേ? ഇവരുടെ ഉള്ളില് ഇത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഭയങ്കരമായ ഒരു പുഷ്. ഇതിനെയാണ് നമ്മൾ എക്സൈറ്റ്മെന്റ് എന്ന് പറയാം അല്ലെ? ഇത് ആക്ച്വലി ആക്ഷൻ ഹാപ്പൻസ് ഇൻസൈഡ്. നമ്മൾ പുറത്തൊന്നും ചെയ്യില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലെ എനർജി നമ്മളെ അതിന്റെ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യാം. വി ആർ ലീഡിങ് ടുവേർഡ്സ് ഇറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പുഷിലെ കൂടെ നമ്മൾ ഇതിനെ കുറെ പ്ലാൻ ചെയ്യും. അതിന് മെത്തഡ്സ് കാണും. ഇപ്പോഴുള്ള ഏറ്റവും വലിയ വഴി ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്തൊക്കെയുണ്ട്, ഏതൊക്കെയുണ്ട്, ഇതൊക്കെ അവിടെ നടക്കും. ഇതെല്ലാമാണ് ഒരു ഇച്ഛ വന്നു കഴിഞ്ഞാൽ. ഇച്ഛ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എ സീഡ്. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റിപ്പിൾസ് ആണ്. ഒരു കല്ല് വന്ന് വെള്ളത്തിൽ വീണ പോലെ പിന്നെ അങ്ങോട്ട് റിപ്പിൾസ് ആണ്. ഇത് നമ്മുടെ ഉള്ളിൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ റിപ്പിൾസ് നമ്മൾ പുഷ് ചെയ്യും ഫസ്റ്റ്. ദെൻ ലോഡ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ്. ജ്ഞാനശക്തി. വി ഗ്രാസ്പ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദാറ്റ്. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്യും. ഇനി അങ്ങനെ എന്തെങ്കിലും വാങ്ങേണ്ടതാണെങ്കിൽ നമ്മൾ അതിന്റെ കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കും, ടൈം ഉണ്ടെങ്കിൽ. അതായത് വി സ്പെൻഡ് സം ടൈം ഓൺ ഇറ്റ് ആൻഡ് വി ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. ജ്ഞാനശക്തി. പിന്നെ ക്രിയാശക്തി ഉണ്ട് അതിൽ.
അതിനെ സാധിച്ചെടുക്കാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം അല്ലെ? പുറത്തേക്ക് ഇറങ്ങി അവിടെ ചെന്ന് അതിന്റെ ഒരു ആക്ഷൻ ഉണ്ട്, അതിന്റെ സെലക്ഷൻ ഉണ്ട്, ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇതാണ് മനസ്സ് പൊതുവെ ഒരു കാര്യം സാധിച്ചെടുക്കാൻ. മനസ്സിന്റെ ആക്ഷൻ എപ്പോഴും ഈ 3 ലെയറിൽ കിടക്കുന്നു. ഇതിലെ ഇച്ഛ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വെറുതെ ഒരു ഡിസയർ ആയിട്ട് പറയാൻ വിടുവോ? ഐ തിങ്ക് ഇച്ഛ, ജ്ഞാനം ആൻഡ് ക്രിയ ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ അതിന് വേണ്ട ഇൻഫർമേഷൻസ്, നോളജ് എല്ലാം ഗ്യാദർ ചെയ്യുന്നത്, നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം ജ്ഞാനത്തിൽ പെടും. ക്രിയ ഈസ് ആക്ഷൻ ടുവേർഡ്സ് ഇറ്റ്. അതിനെ സാധിച്ചെടുക്കാൻ നമ്മൾ ചെയ്യുന്ന എക്സേർഷൻ, നമ്മുടെ എനർജി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ക്രിയാശക്തി. ഈ ഇച്ഛ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഡിസയറിൽ പെടുമോ? ഇച്ഛ എന്ന് പറയുമ്പോ ഈ ഹോൾ യൂണിവേഴ്സ് ഒരു ഇച്ഛയുടെ പ്രതിഫലനമാണ്, ഒരു ഇച്ഛയുടെ എന്താ പറയാ അവസാനമാണ് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ആരുടെ? ഓൾ ദാറ്റ് ഈസ് pure essence, the unmanifested raw energy. അവിടെ നിന്നുള്ള ഒരു പ്രത്യേക ഇച്ഛ, ടു മാനിഫെസ്റ്റ്, ടു ഡൈവേർജ്, ഒന്നിൽ നിന്ന് പലതായി കാണാനുള്ള ഒരു ആഗ്രഹം. സോ ഇച്ഛ ഈസ് വിത്ത് എ ഫോഴ്സ്. വിൽ പവർ ആണോ? വിൽ, എക്സാക്ട്ലി. ഇച്ഛ ഈസ് വിൽ. അപ്പോ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ നമ്മളത് പറയും ഇന്റൻഷൻ. ഇച്ഛ ഈസ് ഇന്റൻഷൻ, ഡിസയർ വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ആൻഡ് ഗ്രേറ്റ് ഡിറ്റർമിനേഷൻ. എങ്കിലേ അതിനെ നമ്മൾ ഇച്ഛ എന്ന് പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഫ്ലാഷിംഗ് വിഷസ് ആണ് അതെല്ലാം. ഇപ്പൊ ഒന്ന് ആഗ്രഹിച്ചു, പിന്നെ വേറൊന്ന് ആഗ്രഹിച്ചു, അങ്ങനെ പോയി. ബട്ട് ദർ ഈസ് എ ഡിറ്റർമിനേഷൻ. ഈ ഡിറ്റർമിനേഷൻ ഈസ് ലൈക്ക് എ ഹോൾ. നമ്മളൊരു സീഡ് എടുത്തു, എന്നിട്ട് നമ്മളൊരു കുഴി കുഴിക്കില്ലേ, അതായത് അതിന് നമ്മളൊരു പ്രത്യേക സ്പേസിലേക്ക് പ്ലേസ് ചെയ്യാം. വി പുട്ട് എ ഫോഴ്സ് ആൻഡ് അതിലേക്ക് നമ്മൾ ഇറക്കി അതിനെ പ്ലേസ് ചെയ്യുന്ന പോലെയാണ് ഡിറ്റർമിനേഷൻ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചു വെളിയിലേക്ക് എറിഞ്ഞ പോലെ, അത് മുളച്ചാ മുളച്ചു, ഇല്ലെങ്കിലില്ല. ബട്ട് വിത്ത് ഡിറ്റർമിനേഷൻ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യാണ്. വി ഗീവ് എ പെർട്ടിക്കുലർ സ്പേസ് ഇൻ us. നമ്മുടെ എനർജിയിൽ നമ്മൾ അതിനൊരു സ്പേസ് കൊടുക്കാണ്. ദിസ് നീഡ് ടു ബി ഹാപ്പൻ. Then the whole universe, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മളൊരു ഇച്ഛ, ഒരു ഇന്റൻഷൻ ഇട്ടാൽ ഹോൾ യൂണിവേഴ്സ് അതിന് വേണ്ട ഏറ്റവും ഡിസൈറബിൾ ആയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരും. വേദാന്തത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ ഡൈനമിക് ആസ്പെക്ട് ഓഫ് ബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന് പറയുന്നത് യാതൊരു നിർഗുണ പരബ്രഹ്മം, ഒരു ഗുണവും നമുക്ക് ഒരു ആട്രിബ്യൂട്ട്സും കൊടുക്കാനില്ലാത്ത പ്യുവർ എനർജി. അതിൽ നിന്ന് എന്തും ഉണ്ടാകും. ദ സീറോ പോയിന്റ് എന്ന് ശാസ്ത്രം പറയുന്ന സ്പേസ്, അതിന്റെ ഡൈനമിക് ഫോഴ്സ് ആണ് ഇച്ഛ. ഇച്ഛ നൽകിയ ഒരു പ്രത്യേക വേവിൽ, ഒരു പ്രത്യേക ചലനത്തിലാണ് അടുത്തടുത്ത മാസായും സട്ടിൽ ലെയറിലേക്കും അത് ഫോം ആയത്. സോ വേദാന്തത്തിൽ പറയുന്നത് ഇറ്റ്സ് ദ ഡൈനമിക് ആസ്പെക്ട് ഓഫ് ബ്രഹ്മൻ. ഇത് ഇറ്റ് ഈസ് ലൈക്ക് എ സീഡ്. ഈ നമ്മൾ വലിയ ആൽമരം കാണുമ്പോ നമുക്ക് എപ്പോഴും അതിശയം തോന്നും, ഒരു കൊച്ചു സീഡിൽ നിന്നാണ് ഇതിങ്ങനെ വന്ന് നിൽക്കുന്നത് അല്ലെ? സച്ച് എ മാഗ്നിഫിസൻസ്. അതുപോലെ ഒരു വെള്ളത്തുള്ളിയുടെ ഉള്ളിലുണ്ടായ ഒരു കൊച്ചാഗ്രഹത്തിന്റെ വൈബല്ലേ നമ്മളൊരു വലിയ തിരമാലയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കടലിനകത്തെ ഒരുപാട് വെള്ളത്തുള്ളികൾ ഒന്നിന്റെ ഉള്ളിലെ വലിയ ഒരു ആഗ്രഹത്തിന്റെ വൈബ്, ഇറ്റ് ട്രാൻസ്ഫോംസ് ഇറ്റ് ടു എ ഗ്രേറ്റ് വേവ് അല്ലേ? സോ ദിസ് ഇസ് വാട്ട് ദ പവർ ഓഫ് ഇച്ഛ, ദ ഇന്റൻഷൻ. Once ichha is there, jnana and kriya have to follow.
ഇറ്റ് വിൽ ഫോളോ. അതതിന്റെ പുറകെ വന്നിരിക്കും. Icha has the manifestation power so strong. അതുകൊണ്ടാണ് അതിനെ നമ്മുടെ ഉപനിഷത്തുകളിലും ഒക്കെ ആത്മശക്തിയായി പറയുന്നത്. മനഃശക്തിയേക്കാൾ കൂടുതൽ ആത്മശക്തിയായിട്ടാണ് അതിനെ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് ദ പവർ ടു മാനിഫെസ്റ്റ്, ക്രിയേറ്റ്. ഒരു ക്രിയേറ്റർ പവർ അതിനകത്തുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആത്മ ഓൾസോ. ആത്മശക്തി എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനെ നീഡ് ടു ബി എക്സിക്യൂട്ടഡ് അല്ലെ. ഈ ആത്മാ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട ആ പിക്ചറിലുണ്ട്. പിക്ചറിൽ നമ്മൾ ആത്മാവിനെ എവിടെ വെച്ചിരിക്കുന്നത്? ആ ചാരിയറ്റിനകത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ. പുറത്ത് അതിന്റെ ഡ്രൈവിങ്ങും ഈ രഥത്തിന്റെ മെയിൻ്റനൻസും എല്ലാം നോക്കേണ്ടത്, നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്ന കുതിരകളെ കൺട്രോൾ ചെയ്യേണ്ടത് എല്ലാം ആരാണ്? ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? മൈൻഡ്. ആക്ച്വലി നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ പ്രസിഡന്റും സെക്രട്ടറിയും പോലെയാണത്. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആയിട്ട് ഒരാളുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ ആരെ കാണും? സെക്രട്ടറി. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ പ്രസിഡന്റ്? എല്ലാം ചെയ്യാൻ സെക്രട്ടറിയാണ് ഓടി നടക്കുന്നത്. പക്ഷെ നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോഴും പ്രസിഡന്റ് വളരെ ശാന്തനും കാര്യപ്രാപ്തിയുള്ള ഒരാളാണെങ്കിൽ അടുത്ത പ്രാവശ്യവും പുള്ളി തന്നെ പ്രസിഡന്റ് ആവുന്നതും കാണാം. അതെനിക്ക് എപ്പോഴും ഭയങ്കര കൗതുകമുള്ളതാണ്. ഇദ്ദേഹത്തിന് എവിടെയും കാണാറില്ല. പക്ഷെ അടുത്ത ഇലക്ഷൻ വരുമ്പം ഹി ഈസ് ദ പ്രസിഡന്റ്. സെക്രട്ടറി മാറാം. ഒരു എഫിഷ്യന്റ് ആയ പ്രസിഡന്റ് ആണെന്ന് ഒരു കമ്മ്യൂണിറ്റിക്ക് ഫീൽ ചെയ്താൽ പ്രസിഡന്റ് റിമെയിൻസ് ദ സെയിം ആൻഡ് സെക്രട്ടറി സംടൈംസ് ചേഞ്ചസ്. പക്ഷെ എല്ലാ എക്സിക്യൂഷൻ പാർട്ടും ആരാ ചെയ്യുന്നത്? സെക്രട്ടറിയാണ്. പക്ഷെ ഈ പ്രസിഡന്റിനെ മറന്നുകൊണ്ട് സെക്രട്ടറി ഞാനാണ് ഈ അസോസിയേഷൻ എന്ന് തീരുമാനിക്കുന്ന പോലെയാണ് പലപ്പോഴും മൈൻഡ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. പക്ഷെ എപ്പോഴും പ്യുവർ ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നതിന്റെ വിഷനും അതിന്റെ മിഷനും ഹോൾഡ് ചെയ്യേണ്ടത് ആരാണ്? അതിന്റെ ഹോൾ സൂപ്പർവിഷൻ ആരുടെ കയ്യിലാണ്? അതിനനുസരിച്ചിട്ടാണ് എക്സിക്യൂഷൻ എന്ന് ഒബ്സർവ് ചെയ്യേണ്ടതും വിറ്റ്നസ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും. ഓക്കെ. സോ ആ പ്രസിഡന്റ് ആണ് ആത്മ. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് ശക്തി അദ്ദേഹം സൂപ്പർവൈസ് ചെയ്ത് മനസ്സിന് പാസ് ചെയ്തിരിക്കുന്നതാണ് ഇച്ഛയായി മനസ്സിന്റെ ഏറ്റവും പ്രധാന ശക്തിയായി അതുകൊണ്ട് തന്നെ പറയുന്നത്. കാരണം ഇത് ഇവര് രണ്ടുപേരും കൂടെ എനർജി പാസ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് ഫോഴ്സ് ആണ് ഇച്ഛ. ആൻഡ് ഇച്ഛയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇന്റൻഷൻ ഉണ്ടാകണം. വാട്ട് ഈസ് യുവർ ഇന്റൻഷൻ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ 21 ദിവസത്തെ മെഡിറ്റേഷൻ വന്നു. ഈ മെഡിറ്റേഷനിൽ നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടാവില്ലേ? ഉണ്ടോ? കാരണം എപ്പോഴും അതിനെ കൃത്യമായി ഫോളോ ചെയ്യാൻ, കൃത്യമായി നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, അതിൽ നമ്മളെ ഒബ്സർവ് ചെയ്യാൻ ഒക്കെ നമുക്ക് ഒരു സ്റ്റെപ്പ് ഉള്ളത് നല്ലതാണ്. ഒരു പ്രത്യേക എന്താ പറയാ ഉരകല്ല് എന്ന് പറയുന്ന പോലെയാണ് ഈ ഇന്റൻഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ഇന്റൻഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് ഞാൻ എത്ര പ്രോഗ്രസ് ചെയ്തു, ഞാൻ എത്ര താഴെപ്പോയി. അത് നമ്മുടെ ഒരു ഉരകല്ലാണ്. വി ഓൾവേസ് ഡിറ്റർമിൻ ഹൗ ഐ ഗ്രോ. അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിന് പുറപ്പെടും. ഇപ്പൊ 21 ഡേ മെഡിറ്റേഷൻ. അപ്പൊ അതിന്റെ പുറകിൽ എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട്. മനസ്സ് ശുദ്ധമായി. ഓക്കെ. പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ബുക്കോ കടലാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം ഇന്റൻഷൻ ഒന്ന് എഴുതിയിടും. വാട്ട് ഈസ് മൈ ഇന്റൻഷൻ? അതിനെപ്പറ്റി ചിന്തിക്കാത്തവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വാട്ട് ഈസ് മൈ ഇന്റൻഷൻ? ഇത് അറ്റൻഡ് ചെയ്യുമ്പം എന്റെ ഇന്റൻഷൻ എന്താണ്? To get strength of mind. To get strength of mind. To get strength of mind. Okay. അത് എഴുതിയിടും.
അതാണ് എൻ്റെ ഇന്റൻഷൻ. നമുക്ക് ബേസിക്കലി നമ്മുടെ ഒരു കോറുമായി കണക്ട് ചെയ്ത് വരാവുന്ന ഇന്റൻഷൻസിന്റെ ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. അതുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, ഇപ്പൊ അല്ലാതെ ഇന്റൻഷൻസ് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി I just read some of the sentences. Respect myself at all times. എനിക്ക് എന്നെ റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. Live my life on purpose. ഒരു പർപ്പസിനെ ബേസ് ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയണം. എന്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. ബേസിക്കലി be authentic and peaceful with all around me. എനിക്ക് അതിന്റെ ഒതന്റിക് സെൽഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ എന്താണോ എനിക്ക് അതിൽ ജീവിക്കാൻ പറ്റണം. ബി ഒതന്റിക് ആൻഡ് പീസ്ഫുൾ വിത്ത് ഇറ്റ്. അതിൽ എനിക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റും. ഞാൻ എന്താണോ എനിക്കത് സ്വസ്ഥമായിരിക്കാൻ പറ്റും. ഫീൽ സക്സസ്ഫുൾ ആൻഡ് അട്രാക്ട് അബണ്ടൻസ് ഇൻ ടു മൈ ലൈഫ്. എനിക്ക് സക്സസ്ഫുൾ ആവണം, എനിക്ക് അബണ്ടൻസ് ഫീൽ ചെയ്യണം. Live a stress-free, tranquil life. എനിക്ക് സ്ട്രെസ് ഇല്ലാതെ സ്വസ്ഥമായ ഒരു ജീവിതം വേണം. Attract ideal people and divine relationships. ഐഡിയൽ ആയിട്ടുള്ള അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിപ്പെടാനും നല്ല ഡിവൈൻ റിലേഷൻഷിപ്പിൽ ചെന്നെത്താനും എനിക്ക് സാധിക്കണം. പ്രോപ്പർ ആയിട്ടുള്ളിടത്ത് എനിക്ക് ചെന്നെത്തണം. എൻ്റെ റിലേഷൻഷിപ്സ് അത്രയും ഡിവൈനായി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അട്രാക്ട് ഐഡിയൽ പീപ്പിൾ ആൻഡ് ഡിവൈൻ റിലേഷൻഷിപ്സ്. ഇതൊക്കെ നമുക്ക് ബേസിക്കലി ഓരോരുത്തരും ഇന്റന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഞാൻ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ എൻ്റെ എനർജിയുമായി കണക്ട് ചെയ്ത് ഈ കാര്യങ്ങളുടെ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ, അതോ ഇത് ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടോ? Just observe yourself and find what is my intention and write it down. ജസ്റ്റ് ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു ക്ലൂവേ ഉള്ളൂ, എന്നാലും അതിനൊന്ന് എഴുതിയിട്ടേക്കാം. ഇറ്റ് ഈസ് ലൈക്ക് പുട്ടിങ് എ സീഡ്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. അതൊരു ഇന്റൻഷനാണ്. എക്സാക്ട്ലി എൻ്റെ ഇച്ഛ എന്താണ്, വാട്ട് ഈസ് മൈ വിൽ, എനിക്ക് എന്തിനാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് എനിക്കൊന്ന് മനസ്സിലാവണം. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇച്ഛ, ഇന്റൻഷൻ. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതും എഴുതിയിടാം. ദാറ്റ് ഈസ് ഓൾസോ പ്യുവർ ഇന്റൻഷൻ. ആക്ച്വലി ഇന്റൻഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സർട്ടൻ കാര്യങ്ങൾ ഇച്ഛയെ പറ്റി സംസാരിക്കുമ്പോൾ സർട്ടൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ അതിന്റെ ഡെപ്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇച്ഛ എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കസ്ഡ് തോട്ട്സ് ആണ്. ഫോക്കസ്ഡ് മീൻസ് ഒരു വൺ പോയിന്റഡ് ആണ്. അത് കോൺഷ്യസ് ആണ്. അൺകോൺഷ്യസ് ആയി നമ്മൾ പുട്ടിൻ ചെയ്യേണ്ട സീഡ് അല്ല ഇന്റൻഷൻ. അതാണ് മെഡിറ്റേഷന്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം നമ്മുടെ ലൈഫിൽ. നമ്മൾ അറിയാതെ നമ്മൾ സീഡ്സ് ഇടുകയാണെങ്കിൽ we want something else and we are intending something else. ആ ലെവലിലേക്ക് പോകും. സോ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഫോക്കസ്ഡ് ആൻഡ് കോൺഷ്യസ്. അതിന് നമ്മളെ മെഡിറ്റേഷൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നമ്മൾ അവിടെ ഉണ്ടാവും. ഞാൻ എന്താണ് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എൻ്റെ എനർജി ഇപ്പൊ എത്ര സ്ട്രോങ് ആയാണ് ഈ തോട്ടിന്റെ കൂടെ നിൽക്കുന്നത്. ഓരോ ചിന്തയും
ഞാൻ നേരത്തെ ഞാനും സാറുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിന്റെ കഥ പറഞ്ഞ പോലെയാണ്, സീഡിന്റെ കഥ പറഞ്ഞ പോലെ, കാരണ ശരീരത്തില് ആ എക്സാമ്പിൾ പറഞ്ഞ പോലെ. അതായത് അൺകോൺഷ്യസ്ലി പക്ഷെ വിത്ത് സ്ട്രെങ്ത് ഐ പുട്ട് ദാറ്റ് സീഡ്, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. സോ it should be very focused and conscious. To create anything, you need to be clear about what you want. നമുക്കൊരു വീടുണ്ടാക്കണം, ഇതാണ് എന്റെ വാണ്ട്, എന്റെ ആഗ്രഹം. ക്ലാരിറ്റി ആയോ? ക്ലാരിറ്റി ആയോ? എനിക്കൊരു വീട് വേണം. ക്ലാരിറ്റി ഉണ്ടോ? എനിക്കൊരു വീട് വേണമെന്ന് പറയുമ്പോൾ എന്റെ പിക്ചറിൽ, എന്റെ ഉള്ളിൽ എനിക്ക് ഓടിട്ട വീട് വേണോ, ടെറസിട്ട വീട് വേണോ, ഒരു നില വീട് വേണോ, 2 നില വീട് വേണോ? അതിന്റെ ഒരുപാട് ആസ്പെക്ട്സ് ഇല്ലേ? സോ അതേപോലെ നമ്മുടെ ഓരോ ആഗ്രഹത്തിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് എന്താണ്, അതിനകത്ത് എനിക്ക് എന്തൊക്കെ വേണം, അത് എക്സാക്ട്ലി എങ്ങനെയാണ്, ഇതിനെപ്പറ്റി എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ആ സമയമാണ് നമ്മുടെ ജ്ഞാനശക്തി വർക്ക് ചെയ്യുന്നത്. ഇതിനെയൊക്കെ ഒരു അനാലിസിസ് അതിനകത്ത് നടക്കുന്നുണ്ട്. അതേപോലെ കൺഫ്യൂസ്ഡ് ആൻഡ് മൾട്ടിപ്പിൾ ഇന്റൻഷൻസ് വോണ്ട് വർക്ക്. ഇന്റൻഷൻ ഈസ് ലൈക്ക് എ സീഡ്. നമ്മൾ ഒരു പിടി വാരി എടുത്ത് ആക്കട്ടെ വെതറി അങ്ങോട്ട്, എന്തായാലും ഇന്റൻഷൻ വർക്ക് ചെയ്യാൻ പോണേ, എന്നാ പിന്നെ ഒന്നാക്കണ്ട, ഒരുപാട് എണ്ണം കൂടെ ഇരിക്കട്ടെ, എന്തായാലും പണിയെടുക്കാൻ പോകാൻ, എന്നാ പിന്നെ ഒരെണ്ണത്തിൽ നിർത്തണ്ട, ഒരു പിടി അങ്ങോട്ട് വാരിയെടുത്ത് ഡിഷ. എന്ത് പറ്റും? എനർജി ഫോക്കസ്ഡ് അല്ല. ആസ് ഐ സെഡ്, നമ്മളൊരു കുഴി കുത്തി അതിനകത്ത് ഇടുന്ന പോലെ എനർജി ഫോക്കസ്ഡ് അല്ല, അതിനെ നമ്മൾ പരത്തി അങ്ങ് എറിയാണ്. സോ ഇറ്റ് ഈസ് വെരി വീക്ക്. ഏത് ചെറിയ ചെറിയ ചാലഞ്ചസിലും നശിച്ചു പോകാവുന്ന അത്രയും ആരോഗ്യം അതിന് കാണത്തുള്ളൂ. അപ്പൊ നമ്മളോട് ആരെങ്കിലും വീടുണ്ടാക്കണം, അപ്പൊ ആരെങ്കിലും പറയാണ് ലോണ് കിട്ടാനൊക്കെ ഭയങ്കര പാടാട്ടോ, നമുക്ക് ആ ഡോക്യുമെന്റ് വേണം, ഈ ഫയൽ വേണം, അത് വേണം, മറ്റേ സർട്ടിഫിക്കറ്റ് വേണം. ഓ എന്നാ വീട് വേണ്ട, തീർന്നു, ആ ഇന്റൻഷൻ തീർന്നു. അതാണ് നമ്മൾ അതിനെ വീക്കായി ഇട്ടാലുള്ള കുഴപ്പം. മറ്റത് ഏത് ചലഞ്ചസ് വരുമ്പോഴും അത് അതിനകത്ത് സ്ട്രോങ് ആയി കിടക്കും. നോക്കാം, പരിശ്രമിച്ചു. സോ വി ഹാവ് എ പുഷ് ടുവേർഡ്സ് ഇറ്റ്. എപ്പോഴും നമ്മളെ ഫോർവേഡ്, അതിന്റെ നേരെ കൊണ്ടുപോകാനുള്ള ഒരു പുഷ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും, സ്ട്രെങ്ത് ഉണ്ടാവും. സോ കൺഫ്യൂസ്ഡ് ആൻഡ് മൾട്ടിപ്പിൾ ഇന്റൻഷൻസ് വോണ്ട് വർക്ക്. ഇന്റൻഷൻ ഈസ് ലൈക്ക് എ സീഡ്. ഇനി ഇതെങ്ങനെയാ ഓരോ ഇന്റൻഷനും വർക്ക് ചെയ്യാം? നമ്മളൊരു ഇന്റൻഷൻ ഇട്ടു, ഇച്ഛാശക്തി, ഇന്റൻഷൻ. അതിന്റെ പുറകെ വരുന്ന ആളാണ് സങ്കല്പശക്തി, ഇമാജിനേഷൻ. നമ്മുടെ ഉള്ളിൽ ഒരു ഇമാജിനേഷൻ വന്നു. ആ ഇമാജിനേഷൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത് എനിക്ക് വേണ്ടത് 2 നില വീടാണ്, അല്ലെങ്കിൽ 1 നില വീടാണ്. ഈ 1 നില തന്നെ നല്ല പണ്ടത്തെ തറവാട് പോലെ എനിക്കിങ്ങനെ പരന്നിട്ട് വേണം, അതിനൊരു നടുമുറ്റം വേണം, നടുമുറ്റത്ത് ഇച്ചിരി വെള്ളം കെട്ടണം, അല്ലെങ്കിൽ നടുമുറ്റത്ത് വെള്ളം കെട്ടണ്ട, ഇങ്ങനെ പല പല. അതിനകത്ത് മരം വേണം, അല്ലെങ്കിൽ അതിന് വെളിയിൽ മരം വേണം. നമ്മുടെ സങ്കല്പ ശക്തിയാണ് ഇതിനൊരു പിക്ചർ തരുന്നത്. There it becomes more clear. Then we take action towards it. നമുക്ക് അതിന്റെ നേരെ ഒരു ആക്ഷൻ, മറ്റൊരു ആക്ഷനും നമ്മൾ എടുത്തില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ഇച്ഛ ഇങ്ങനെ വർക്ക് ചെയ്യും. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ അതൊരു പ്ലസന്റ് ആയ ഒരു ഫോഴ്സ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഫീലിംഗ്. അതിനെ പറ്റിയുള്ള തോട്ട്സ്, അതിനെ പറ്റിയുള്ള ചില സങ്കല്പങ്ങൾ. ആ മുറിയിൽ അങ്ങനെ വെക്കണം, ഇവിടെ 2 പോട്ടില് ഇങ്ങനെ പ്ലാന്റ്സ് വെക്കണം, അതിന്റെ അടുത്ത് ബുദ്ധന്റെ ഒരു പടം വേണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കുരിശ് നല്ല ഭംഗിയായിട്ട് വെക്കണം. ഇങ്ങനെ ലോട്ട് ഓഫ് ഇതെല്ലാം അവർ ആക്ഷൻ ടുവേർഡ്സ് ഇറ്റ്. നമ്മൾ ഈ സങ്കല്പത്തിനകത്ത് നമ്മൾ പണിയെടുക്കുകയാണ്. നമ്മൾ ആണിയടിച്ച് അതവിടെ വെച്ചു, ഇവിടെ ഒരു ഇത് വെച്ചു, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ അറിയാം. ദാറ്റ്സ് ഓൾസോ ആക്ഷൻ, നോട്ട് ഫിസിക്കൽ ആക്ഷൻ. ഈ സങ്കല്പത്തിനകത്ത് നമ്മൾ പണിയെടുക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ആക്ഷൻ. അത് നമ്മൾ ഇതിനെ മുമ്പോട്ട് ഇങ്ങനെ മെല്ലെ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് ഞാൻ അതിനെ മെല്ലെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പൊ അത് മനസ്സുകൊണ്ടാവാം, ശരീരം കൊണ്ടാവാം. എനർജിയിൽ ഐ ആം ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ്?
ജ്ഞാനശക്തി. ഇതൊക്കെ ഇങ്ങനെ ഓരോന്നായി വരുമ്പോഴത്തേക്കും നമുക്ക് ജ്ഞാനശക്തി പലർത്തുന്നതായിട്ട് വരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മളൊരു മാഗസിൻ കണ്ടു, ആ മാഗസിനകത്ത് പറയാണ് 1 സെന്റിൽ മനോഹരമായ വീട് എങ്ങനെ വെക്കാം. ചെറിയ സ്ഥലം, മനോഹരമായ വീട്. ഇങ്ങനെ നമ്മൾ പല ടോപ്പിക്സിൽ പലത് കണ്ടു. കുറച്ച് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ എടുത്തു അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തു, അപ്പൊ ഒരു വീഡിയോ വന്നു. നമ്മള് കൊള്ളാലോ, ഇതിങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് ഒരു മുറിയുടെ മേലെ ഇങ്ങനെ ഒരു കൊച്ചു മുറി വെക്കാം, അവിടെ മ്യൂസിക് മാത്രം പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ എനിക്കൊരു ലൈബ്രറി വെക്കാം, അപ്പൊ അതിനൊരു സ്പേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പൊ വി ഗെറ്റ് മോർ ഐഡിയ. ജ്ഞാനശക്തി ഫോളോ. നമ്മള് ഇങ്ങനെ മെല്ലെ തള്ളിക്കൊണ്ടിരിക്കുമ്പോ ഓരോരുത്തർ വന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എല്ലാവരും കൂടെ തള്ളാൻ തുടങ്ങും. അവിടെ ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് പോയ പോലെ ഗാന്ധിജി വടിയും കുത്തി അങ്ങോട്ട് ഇറങ്ങി അല്ലെ. ഗാന്ധിജി ചിന്തിച്ചൊന്നുമില്ല, അയലോക്കത്ത് ചെന്നിട്ട് പറഞ്ഞില്ല അതെ ഞാനിങ്ങനെ പോവാണ്, നിങ്ങൾ എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചില്ല ആരോടും. പുള്ളി ഒരു ദിവസം വടിയും കുത്തി അങ്ങോട്ട് നടന്നു. അപ്പൊ ഓരോരുത്തരായിട്ട് പുള്ളിയുടെ ആ ഇച്ഛയുടെ പവറിൽ, ആ എനർജിയിലേക്ക് ആർക്കൊക്കെ വന്ന് ചേരാൻ പറ്റുമോ അവരൊക്കെ താനെ വന്ന് ചേരുക. അല്ലാണ്ട് പുള്ളി മയക്കം കൊണ്ട് നടന്നില്ല ഞാനിങ്ങനെ എല്ലായിടത്തും പോവുകയാണ്, നിങ്ങൾ താല്പര്യമുള്ളവർക്ക് വന്ന് പങ്കുചേരാം, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ടാവും, അങ്ങനെ നോ അനൗൺസ്മെന്റ്, നത്തിങ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഇച്ഛ. അങ്ങോട്ട് ഇറങ്ങി നടക്കുകയാണ് ആൻഡ് പീപ്പിൾ ഫോളോ. ആൻഡ് അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ എത്രയോ ലക്ഷങ്ങളാണ് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലേ. സോ that is how ഇച്ഛ വർക്ക്സ്. നമ്മൾ അങ്ങനെ പോകുന്നു, നമ്മൾ മനസ്സുകൊണ്ട് അതിലിങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മൾ സങ്കല്പത്തിൽ നമ്മൾ ആക്ഷൻ ഒക്കെ ചെയ്യുന്നു. ജ്ഞാനം ഫോളോവേഴ്സ്, പല ഇൻഫർമേഷൻ, അതും നമ്മുടെ ഇത് കൂടെ അതും തള്ളാൻ തുടങ്ങും. ആൾക്കാർ കൂടി വന്നു തുടങ്ങി. അപ്പൊ തള്ളലിന്റെ ആ ഒരു ഫോഴ്സ് കൂടുതൽ തുടങ്ങി. ദെൻ ശ്വാസശക്തി. എങ്ങനെയാ ബ്രീത്ത് ചെയ്യാ? നമ്മൾ ഒരെണ്ണത്തിനകത്തുകൂടെ ബ്രീത്ത് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താ? വി സ്റ്റാർട്ട് ലിവിങ് ഇൻ ഇറ്റ് കംഫർട്ടബിളി. നമ്മൾ ആ ഡ്രീമിനകത്ത്, ആ ഇന്റൻഷനകത്ത്, ആ ഇച്ഛക്കകത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങുന്നു. വി സ്റ്റാർട്ട് ലിവിങ് ഇൻ ഇറ്റ്. നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ ഹസ്ബൻഡിന്റെ കൂടെ നമ്മൾ മനോഹരമായി ജീവിക്കുന്ന ഒരു ജീവിതമാണോ? ജസ്റ്റ് സ്റ്റാർട്ട് ലിവിങ് ഇൻ ഇറ്റ്, ബ്രീത്ത് ത്രൂ ഇറ്റ്. നമ്മുടെ ശ്വാസം അതിലൂടെ ഒഴുകട്ടെ. ആസനാസിൽ നമ്മൾ എന്താ ചെയ്യണം? ആക്ച്വലി യോഗയില് ആസനാസ് ബ്രീതിങ് ത്രൂ ഡിഫിക്കൽട്ട് പൊസിഷൻസ് അല്ലേ. നമ്മൾ ശരീരത്തിനെ വളച്ചു വെക്കും, വട്ടത്തിൽ വെക്കും, എന്നിട്ടൊക്കെ അതിലൂടെ എത്ര ഈസിയായി ബ്രീത്ത് ചെയ്യും. അതിലൂടെ നമുക്ക് ഈസിയായി ബ്രീത്ത് ചെയ്യാൻ സാധിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് ആസന, ദാറ്റ് ബിക്കംസ് യോഗ. അതർവൈസ് ഇറ്റ് ഈസ് ജസ്റ്റ് an exercise. If there is no attention with breath, it is just another exercise, not yoga. So അതുപോലെയാണ് ശ്വാസം ഇതിനകത്തൂടെ ഒഴുകുന്നത്. We start living through it. We start experiencing it. Then വിശ്വാസശക്തി വരാൻ തുടങ്ങും. അപ്പോ വിശ്വാസശക്തി, ശ്വാസശക്തിയും വിശ്വാസശക്തി എന്താ വ്യത്യാസം? വിശ്വാസം വിശേഷേണയുള്ള ശ്വാസം, വിശുദ്ധമായ ശ്വാസം. വിശ്വാസശക്തി വരാൻ തുടങ്ങും. നമ്മൾ അതിലൂടെ ബ്രീത്ത് ചെയ്ത്, മനുഷ്യനെ സൃഷ്ടിച്ച കഥ പറയുമ്പോൾ തന്നെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ദൈവം അതിലൂടെ ബ്രീത്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബ്രെത്ത്, ലൈഫ് ഫോഴ്സ്. സോ അത് വരാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ അതിലൂടെ മെല്ലെ ശ്വാസം വിടാൻ തുടങ്ങുമ്പോൾ മുതൽ വിശ്വാസം വരാൻ തുടങ്ങും. ഈ വിശ്വാസത്തിന്റെ സ്പേസിലാണ് നമ്മളോട് വന്ന് പലരും വന്ന് പറയാൻ തുടങ്ങും. നിങ്ങളൊരു വീട് പാല് കാച്ചുമ്പോ എന്നെ വിളിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇന്നടുത്ത് വീട് വെക്കുന്നത് അത് നല്ല ഐഡിയയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പുറമേ നിന്ന് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് നമുക്ക് ഇതിന് ശക്തി പകരുന്ന വേർഡ്സ്, ആക്ഷൻസ്, സപ്പോർട്ട്, ഇതെല്ലാം വരാൻ തുടങ്ങും. നമ്മളൊരു ക്ലാസ് എടുക്കാൻ തീരുമാനിക്കുകയാണ്, നമ്മളൊരു വർക്ക്ഷോപ്പ് ചെയ്യണം എന്ന് മനസ്സിലങ്ങനെ ശക്തമായി ആഗ്രഹിച്ച് നമ്മൾ അതിന്റെ ആ ശ്വാസത്തിന്റെ ഒക്കെ ലെവലിൽ എത്തുമ്പോൾ വിശ്വാസത്തിന്റെ ലെയറിൽ വരുമ്പോൾ ആൾക്കാർ എന്ത് പറയാൻ തുടങ്ങും? നീ ഇങ്ങനെ വിശദീകരിച്ചിരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. സോ ഇറ്റ് സപ്പോർട്ട്സ് ദിസ് ഐഡിയ ഓഫ് ടേക്കിംഗ് എ വർക്ക്ഷോപ്പ്. അപ്പൊ നമുക്ക് ഉള്ളിൽ കത്തി അപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും.
നമ്മളെ അതിനകത്ത് ഊട്ടി ഉറപ്പിക്കുകയാണ്. നമ്മളിൽ വേരുകൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് വിശ്വാസം. നമുക്കതിൽ റൂട്ട്സ് കിളിർക്കാൻ തുടങ്ങും. ദാറ്റ് ഇസ് വിശ്വാസം. ഡിഫറെന്റ് സൈഡ്സിൽ നിന്ന് ഡിഫറെന്റ് സോഴ്സസിന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എനർജി നമ്മുടെ നേരെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ദെൻ ധ്യാന ശക്തി. ധ്യാന നമ്മൾ അതിന്റെ റിയാലിറ്റിയിൽ വിശുദ്ധത്തോടു കൂടി അതിന്റെ റിയാലിറ്റിയിൽ പതിരുകൾ മാറ്റി നമ്മൾ പെറ്റിപ്പെറുക്കുന്ന പോലെ അതിന്റെ വീക്കായിട്ടുള്ള സൈഡ്സ് ഒക്കെ മാറ്റി നമ്മൾ അതിന്റെ ശരിയായ ആ ധാന്യങ്ങളെല്ലാം കളക്ട് ചെയ്തെടുക്കുന്ന പോലെ വി സ്റ്റാർട്ട് മെഡിറ്റേറ്റിംഗ് ഇൻ ഇറ്റ്. ധ്യാന ശക്തി ജസ്റ്റ് അതിന്റെ റിയാലിറ്റിയിലേക്ക് നമ്മൾ അപ്പം എത്തും. ഓക്കെ, ഈ റിയാലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ്സും ഉണ്ട്. ഇതിന് ബ്രൈറ്റ് സൈഡും ഉണ്ട്, ഇതിന് ഡാർക്ക് സൈഡും ഉണ്ട്. ഇതിനെ രണ്ടിനെ നമ്മൾ ആലിംഗനം ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ദാറ്റ് ഇസ് മീ. ഞാൻ എന്ന് പറയുന്ന ഈ ട്രൂ സെൽഫിനകത്ത് ലൈറ്റും ഉണ്ട്, ഷാഡോയും ഉണ്ട്. ഇത് രണ്ടും ചേർന്നാണ് ഞാൻ. ആ വിസ്ഡം നമുക്ക് അവിടെ ആപ്ലിക്കബിൾ ആവും. എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഇച്ഛയുണ്ടെങ്കിൽ അതിനകത്ത് ഇതും വരും അതും വരും. ഞാൻ അതിന്റെ വീക്കർ പാർട്ടിനെ മെല്ലെ ഊതി ആ വീക്ക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ മാറ്റുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഹിൻഡ്രൻസസ് എന്താണെന്ന് കാണുന്നു. അതിനെ പിക്ക് ചെയ്ത് വെളിയിൽ കളയാനുള്ള ആസ്പെക്ട്സ് അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്നു. പേറ്റിപ്പെറുക്കുന്ന പോലെയാണ് ധ്യാനം. We start gathering the wisdom and being with it. അതിന്റെ റിയാലിറ്റിയിൽ നമ്മൾ ഇരിക്കാൻ തുടങ്ങും. നമ്മുടെ എനർജി അതിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദെൻ ആത്മശക്തി. It creates. Creation happens with the power of self. So this is how an intention works. ആ ഇന്റൻഷനെ ഇച്ഛയോടുകൂടി ജ്ഞാനവും അതിന്റെ ക്രിയയും യോജിക്കുന്നത്. ദിസ് ഈസ് ദ ഡൈനമിക്സ് ഓഫ് ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, സോ നമ്മുടെ മൈൻഡ് ആണ് കൊള്ളാം അല്ലേ? കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. സോ ഇന്ന് ഈ ബേസിക് ആയിട്ടുള്ള 3 പവേഴ്സിൽ നമുക്ക് നിർത്താം. ആൻഡ് വി ക്യാൻ എൻ്റർ ഇൻ ടു മെഡിറ്റേഷൻ. എല്ലാവർക്കും ഇന്റൻഷൻ കിട്ടിയോ? എല്ലാവർക്കും ഇന്റൻഷൻ കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടാതുണ്ടോ? ഇന്റൻഷൻ കിട്ടിയിട്ടില്ല. കുറച്ച് കേൾക്കാൻ പറ്റിയില്ല എനിക്ക്. ഐ കുഡ് നോട്ട് ഹിയർ ആദ്യത്തെ ഭാഗം. അതെയോ? അതായത് പോയി. നമ്മുടെ ഒരു ഇന്റൻഷൻ എന്താണെന്ന് ഇപ്പൊ നമ്മൾ 21 ദിവസം മെഡിറ്റേഷന് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ആയിട്ടുള്ള ഇന്റൻഷൻ എന്താണ്, നമുക്ക് അതിലുള്ള ഇച്ഛ എന്താണ്, നമുക്ക് സാധിച്ചെടുക്കേണ്ടത് എന്താണ്, അതിനെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. സോ അങ്ങനെ ഇന്റൻഷൻ കിട്ടിയെങ്കിൽ ഓക്കെ ഫൈൻ. കാരണം നമുക്കത് ഈ അടുത്ത മെഡിറ്റേഷനിലൂടെ നമുക്ക് അതിലൊന്ന് വർക്ക് ചെയ്തു എക്സ്പെരിമെന്റ് ചെയ്യാം. ദാറ്റ്സ് വാട്ട് ഐ മീൻ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, കാരണം നമുക്ക് അതിന്റെ റെക്കോർഡ് ഉണ്ട്. ഇനിയും അതിൽ വർക്ക് ചെയ്യാം. സോ 8 മണിയാവുന്നു. 5 മിനിറ്റ് ഉണ്ട്. നമുക്ക് 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താലോ? Five minutes means 15 minutes. Right.
കേൾക്കാമോ? കേൾക്കാം അല്ലേ? കേൾക്കാം. ഇപ്പൊ കേൾക്കാം മാം. Yes, ma'am. ഞാൻ വെളിയിൽ പോയി. അതെ. എന്നെ സൂം ചവിട്ടി വെളിയിലാക്കി. രാധാകൃഷ്ണൻ സാറിന് അത്ര താല്പര്യപ്പെട്ടില്ല എന്ന് തോന്നും. ഞാൻ സാറിന്റെ മെത്തേഡ് എടുക്കണ അതാണോ എന്നെ സൂമിൽ നിന്ന് വെളിയിൽ കളഞ്ഞത്? സാർ എന്തോ പറയണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. കേൾക്കുന്നില്ല. പറയൂ. എന്തോ ഓക്കെയാണ് സാറിന്? ഓക്കെയാണ്. ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ മതി. Okay, so let's yes sir. എനിക്ക് മാത്രമേ കേൾക്കാണ്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് കേൾക്കാമോ? ഇല്ല മാം. സാർ ഇപ്പൊ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, പക്ഷേ കേൾക്കണില്ല. കുഴപ്പമില്ല. ഓക്കെ ആണോന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ അല്ലാട്ടോ സാറിന്, വെറുതെ അല്ല ഞാൻ വെറുതെ പോയി. എന്നാലും നമുക്കൊന്ന് പരീക്ഷിക്കാം. അതായത് ഞാൻ കഴിഞ്ഞ മെഡിറ്റേഷനിലൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ സാർ ഇങ്ങനെ അപ്പൊ എനിക്ക് നല്ല കുറച്ചുകൂടെ എഫക്റ്റ് തോന്നി. ബട്ട് എന്താ പറയാ, നമ്മൾ പൊതുവെ മെഡിറ്റേഷനിൽ നമ്മുടെ ബോഡി നിശ്ചലമാക്കി വെക്കണം. പക്ഷെ എനിക്ക് നമ്മൾ ഇന്നലെ ചെയ്തില്ലേ, ഒരു ലെഫ്റ്റ് നോസ്റ്റിലൂടെ ബ്രത്ത് എടുത്ത് ഇവിടെ ഹിറ്റ് ചെയ്ത് ആ എനർജി ഇവിടെ ഹിറ്റ് ചെയ്ത് റൈറ്റിലൂടെ വരുന്നു. ആ എക്സസൈസ് ഈ ചെറിയ ആട്ടത്തോടു കൂടി ഞാനിങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ഭയങ്കര എഫക്റ്റ് തോന്നി. അപ്പൊ എനിക്ക് തോന്നി രാധാകൃഷ്ണൻ സാർ സ്റ്റൈല് നമുക്ക് ഇവിടെ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന്. സോ ഫ്രണ്ട്സ്, അത് പൊതുവെ ഈ ഇയർ ബാലൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവര് ഒരുപാട് അങ്ങനെ ആടരുത്. ആ ഒരു ബ്രത്തിന്റെ ഒരു താളത്തിൽ നമ്മൾ ബ്രത്ത് വളരെ ഇങ്ങനെ സട്ടിലായ ഒരു ചെറിയ മൂവ്മെന്റ് അല്ലേ ഉള്ളൂ, ആ മൂവ്മെന്റ് മാത്രം എടുക്കുക. അല്ലാത്തവർക്ക് അവനവന് എന്താ പറയാ സുഖകരമായ ഒരാട്ടം, അതായത് ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ മുമ്പോട്ടും ശ്വാസം വിടുമ്പോൾ പുറകോട്ടും ഒന്നിങ്ങനെ ചെറുതായിട്ട് ആടി 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 വരിക. നമ്മൾ ഇങ്ങനെ ആടരുത്. അത് നമുക്ക് തന്നെ എന്താ പറയാ ആ ഒരു ബാലൻസിനെ ബാധിക്കും. അതുകൊണ്ട് നല്ല എഫക്റ്റിൽ മെഡിറ്റേഷൻ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആഞ്ഞു തള്ളൻ അങ്ങനെ ഇതാവണ്ട. ചെറിയ ഒരു എത്ര സട്ടിലായിട്ടാണോ നമ്മൾ മൂവ് ചെയ്യുന്നത് അത്രയും എഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ജസ്റ്റ് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയം വെറുതെ ചെറുതായി ആ ശ്വാസത്തിന്റെ ആ ബ്രത്തിന്റെ മൂവ്മെന്റിനൊപ്പം ഒരു കുഞ്ഞ് വളരെ സട്ടിൽ ലെയറിൽ, ഒരു നേർത്ത ലെയറിൽ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക, ശ്വാസം വിടുമ്പോൾ ബാക്കിലേക്ക്. ഓക്കെ, ബാക്കി നമുക്ക് ആ ഇൻസ്ട്രക്ഷനിലൂടെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, സോ എല്ലാവരും കണ്ണാടിയൊക്കെ മാറ്റി വെച്ച് കഴിയുമെങ്കിൽ നിങ്ങളുടെ മുറിയുടെ ലൈറ്റ് ഒന്ന് ഡിമ്മാക്കിയാൽ കുറച്ചുകൂടെ നന്നാവും. കഴിയുന്നവര് അങ്ങനെ ചെയ്യാം.
നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ സ്വസ്ഥമായിരിക്കുക. ആയാസമില്ലാത്ത തരത്തിൽ നമ്മുടെ നടുവിനെ നിവർത്തി വയ്ക്കുക. ആ നട്ടലിൽ ചെറിയ മുകളിലേക്ക് ഒരിത്തിരി ചെറുതായി ഒരു സ്ട്രെച്ച് കിട്ടിയാൽ വളരെ നല്ലത്. ജസ്റ്റ് ഫീൽ ദാറ്റ് സ്ട്രെച്ച്. സുഖകരമായ ഒരു സ്ട്രെച്ച്. ഒരുപാട് നട്ടലിന് പ്രയാസം നൽകരുത്. നടുവിനെ ഒരുപാട് വടി പോലെ വയ്ക്കാനല്ല, ചെറിയ തോതിൽ ഒന്ന് നടു നിവർത്തിക്കുക. ജസ്റ്റ് സ്ട്രെയിറ്റ്, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ആ നടുവിനുള്ള ആ ഒരു സ്ട്രെച്ച്, ആ മുകളിലേക്കുള്ള സ്ട്രെച്ചിനെ ഒന്ന് ഫീൽ ചെയ്തിരിക്കുക, അതിനെ ഒന്ന് അനുഭവിക്കുക, അത്രമാത്രം. ഏറ്റവും മൃദുവായി ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അത് മെല്ലെ ആ നട്ടലിൽ ഒരു ഊർജം മുകളിലേക്കും താഴേക്കുമായി ഒഴുകുന്നത് അറിയുക. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ നട്ടലിലൂടെ ഒരു വളരെ സട്ടിലായ ഒരു എനർജി, ഒരു ഊർജം മുകളിലേക്ക് ഒഴുകുന്നു. ശ്വാസം പുറത്തേക്ക് ഒഴുകുമ്പോൾ ആ ഊർജം നട്ടലിലൂടെ താഴേക്ക് ഒഴുകുന്നു. ആ ഊർജത്തിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള വളരെ മൃദുവായ ഒഴുക്ക്, വളരെ സട്ടിൽ ലെയറിലുള്ള ആ ഒഴുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക, അതങ്ങനെ ആസ്വദിക്കുക. നട്ടലിലൂടെ മുകളിലേക്കും മെല്ലെ താഴേക്കും ഒഴുകുന്ന ഊർജം. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ അത് മുകളിലേക്ക് ഒഴുകുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ആ ഊർജം നട്ടലിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നു, അതിന്റെ അറ്റം വരെ. ശ്വാസം ഉള്ളിലേക്ക് വരുന്നു. നട്ടലിന്റെ അറ്റത്ത് നിന്ന് ആ ഊർജം മുകളിലേക്ക് മെല്ലെ കഴുത്ത്, അത് തല വരെ വന്ന് ജോയിൻ ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ആ എനർജി മെല്ലെ താഴോട്ടൊഴുകി നട്ടലിന്റെ താഴെ വരെ ഒഴുകുന്നു. ഊർജത്തിന്റെ ആ ഒഴുക്കിനോടൊപ്പം മെല്ലെ ശരീരത്തിനെ മൂവ് ചെയ്യാനും അനുവദിക്കുക. ആ ചലനത്തോടൊപ്പം ശരീരവും മെല്ലെ ചലിക്കാൻ തുടങ്ങുന്ന അറിയുക. വളരെ സട്ടിലായി, വളരെ മൃദുവായി മാത്രമുള്ള ചലനം. ശ്വാസത്തിന്റെ ആ മൂവ്മെന്റിനോടൊപ്പം ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ എന്റെ ശരീരം ചെറുതായൊന്നും മുന്നോട്ട് വരുന്നു. ശ്വാസം പുറത്തേക്ക് ഒഴുകുമ്പോൾ ശരീരം പുറത്തേക്ക് ഒഴുകും. ബാക്കിലോട്ട്
നീങ്ങുന്നു, പുറകിലേക്ക് നീങ്ങുന്നു. മുന്നിലേക്കും പുറകിലേക്കുമായുള്ള ചെറിയൊരു ചലനം, വളരെ പതുക്കെയുള്ളൊരു ചലനം. നട്ടലിലൂടെ ഊർജം മുകളിലേക്ക് ഒഴുകുമ്പോൾ ഞാൻ മുന്നോട്ട് ആയിരുന്നു. ഊർജം താഴോട്ട് ഒഴുകുമ്പോൾ എൻ്റെ ശരീരം പുറകോട്ട് നീങ്ങുന്നു. മൂന്ന് ആക്ഷൻ ഒരുമിച്ച് നടക്കുന്നു. അത് നാം അറിയുന്നു, അത് അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കുമായി ഒഴുകുന്നു. ആ സമയം ഊർജം നട്ടലിലൂടെ മുകളിലേക്കും താഴേക്കുമായി ഒഴുകുന്നു. ആ മൂവ്മെന്റിനനുസരിച്ച് എൻ്റെ ബോഡി മുന്നോട്ടും പുറകോട്ടുമായി ആടുന്നു. വളരെ സട്ടിൽ ലെയർ. അതങ്ങനെ ആസ്വദിക്കുക. വളരെ പതുക്കെ ഒരു പ്രത്യേക താളത്തിലുള്ള ചലനം. അത് നമ്മുടെ ഊർജമണ്ഡലത്തിനുണ്ടാക്കുന്ന അനുഭവം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. മൂന്ന് പ്രക്രിയ ഒന്നിച്ച് ശരീരത്തിൽ നടക്കുന്നത് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്വാസം അകത്തേക്ക് ഒഴുകുമ്പോൾ ഊർജം നട്ടലിന്റെ കീഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒഴുകുന്നു. അതോടൊപ്പം എൻ്റെ ശരീരം മുന്നോട്ട് നീങ്ങുന്നു. ശ്വാസം പുറത്തേക്ക് ഒഴുകുമ്പോൾ ആ എനർജി മെല്ലെ നട്ടലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു. എൻ്റെ ശരീരം പുറകോട്ടാകുന്നു. അതങ്ങനെ ആസ്വദിക്കുക. മെല്ലെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാത്രം കൊണ്ടുവരിക. ഉള്ളിലേക്കും
പുറത്തേക്കും ഒരു പ്രത്യേക താളത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന എൻ്റെ ശ്വാസം. ആ ശ്വാസത്തെ കണ്ടുകൊണ്ടിരിക്കുക, അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതങ്ങനെ അറിയുമ്പോൾ മറ്റു രണ്ട് പ്രക്രിയകൾ വളരെ യാന്ത്രികമായ ശരീരത്തിൽ നടക്കുന്നത് വിറ്റ്നസ് ചെയ്യുക, അതിനെ സാക്ഷിയാകുക. നമ്മൾ അവിടെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും നട്ടലിലൂടെ ഒരു പ്രത്യേക എനർജി മുകളിലേക്കും താഴേക്കുമായി മൂവ് ചെയ്യുന്നതും, ശരീരം ഒരു പ്രത്യേക താളത്തിൽ വളരെ സട്ടിലായി മുമ്പോട്ടും പുറകോട്ടുമായി മൂവ് ചെയ്യുന്നതും, ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ നൽകുമ്പോഴും അവിടെ യാന്ത്രികമായി നടക്കുന്നു എന്നത് അറിയുക. രസകരമായ ആ പ്രതിഭാസം ആസ്വദിക്കുക. മെല്ലെ ശ്വാസം ഇടത്തെ നോസ്ട്രിലൂടെ മാത്രം അകത്തേക്ക് ഒഴുകി ഭ്രൂമധ്യത്തിൽ ടച്ച് ചെയ്ത് വലത്തെ നോസ്ട്രിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത് അനുഭവിക്കാൻ തുടങ്ങുക. തിരിച്ച് വലത്തെ നോസ്ട്രിലൂടെ അകത്തേക്ക് കയറി ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് ഇടത്തെ നോസ്ട്രിലൂടെ ശ്വാസം ഒഴുകുന്നു. ഓരോ തവണ ശ്വാസം ഭ്രൂമധ്യത്തിൽ സ്പർശിക്കുമ്പോഴും ഹിറ്റ് ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രകാശം തെളിയുന്നത്, വളരെ ബ്രൈറ്റായ പ്രകാശമാനമായ ഒരു വെളിച്ചം, പ്രകാശം അതവിടെ ഉണ്ടാകുന്നു. ശരീരം മുന്നോട്ടായുമ്പോൾ ബ്രത്ത് ഇടത്തെ നോസ്ട്രിലൂടെ കയറി ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് വലത്തെ മൂക്കിലൂടെ പുറത്തേക്ക് ഒഴുകുമ്പോൾ ശരീരം ബാക്കിലേക്ക് പോകും. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വലത്തെ മൂക്കിലൂടെ അകത്തേക്ക് അവിടെ സ്പർശിക്കുന്നു. ശരീരം പുറകോട്ട് പോകുമ്പോൾ ഇടത്തെ നോസ്ട്രിലൂടെ ശ്വാസം പുറത്തേക്ക്. ശ്വാസം അകത്തേക്ക് വരുമ്പോൾ ശരീരം മുന്നോട്ടും, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശരീരം പുറകോട്ടും. ഇടത്തെ നോസ്ട്രിലൂടെ ശ്വാസം അകത്ത് ഭ്രൂമധ്യത്തിൽ ഹിറ്റ് ചെയ്യുന്നു, വലത്തെ നോസ്ട്രിലൂടെ ഒഴുകുന്നു. വലത്തെ നോസ്ട്രിലൂടെ അകത്തേക്ക് ഒഴുകുന്നു, ഭ്രൂമധ്യത്തിൽ സ്പർശിക്കുന്നു, ഇടത്തെ നോസ്ട്രിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു. മൂക്കിന്റെ ആ ദ്വാരങ്ങളിൽ, നാസാദ്വാരങ്ങളിലുള്ള ആ സ്കിന്നിൽ ഈ ശ്വാസത്തിന്റെ ഒഴുക്ക് അങ്ങനെ തലോടി പോകുന്നത്, വളരെ മൃദുവായ സ്നേഹത്തോടെ ഉള്ള ആ ടച്ച്, ആ സ്പർശം, ശ്വാസത്തിന്റെ സ്പർശം രണ്ട് മൂക്കിന്റെ ഉള്ളിലും എക്സ്പീരിയൻസ് ചെയ്യാം. ഇടതിലൂടെ കയറി ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് വലതിലൂടെ ഒഴുകുന്നു, വലതിലൂടെ കയറി ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് ഇടതിലൂടെ ഒഴുകുന്നു.
അപ്പോഴെല്ലാം മുന്നോട്ടും പുറകോട്ടുമായി ആടിക്കൊണ്ടിരിക്കുന്ന ശരീരം മെല്ലെ നിശ്ചലാവസ്ഥയിലേക്ക് വരുന്നത് അറിയുക. ഏറ്റവും നിശ്ചലമായിരിക്കുന്ന ശരീരത്തിനകത്ത് ഈ ഒരു ഒഴുക്ക് മാത്രം ഇടത്തിലൂടെ ഒഴുകി അകത്തേക്ക് കയറുന്നു. ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് വലതിലൂടെ പുറത്തോട്ട് ഒഴുകുന്നു. വലതിലൂടെ ശ്വാസം അകത്തേക്ക് ഒഴുകുന്നു. ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് ഇടതിലൂടെ ഒഴുകിയാണ്. ശ്വാസം ഒരു സീസോ കളിക്കുന്ന പോലെ. ഭ്രൂമധ്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ ആ വെളിച്ചം, വളരെ പ്രകാശമാനമായ ആ വെളിച്ചം അനുഭവിക്കുക. മൂക്കിനകത്ത് ആ നേർത്ത ശ്വാസത്തിന്റെ നേർത്ത തലോടൽ അങ്ങനെ അറിഞ്ഞിരിക്കുക. ഭ്രൂമധ്യത്തിൽ ശ്വാസം സ്പർശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നേർത്ത പ്രഷർ എന്താണെന്ന് അറിയുക. അവിടെയുള്ള സെൻസേഷൻ, അത്രയും പ്രകാശമാനമായ ആ വെളിച്ചം അവിടെ പരക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാംത്ത്, സുഖകരമായ ഒരു ചെറിയ ചൂട്, അതെല്ലാം ഒന്ന് അറിയുക. അതങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ, ആ പ്രകാശത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ ശ്വാസം സാധാരണ നിലയിലേക്ക് എത്തുന്നത് അറിയുക. രണ്ട് നോസ്ട്രിലൂടെ ഇങ്ങനെ ഉള്ള ഒഴുക്കിനപ്പുറം സാധാരണ നിലയിൽ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് ഒഴുകുന്നു. ശ്വാസം സാധാരണ നില പ്രാപിക്കുന്നതും ആ വെളിച്ചത്തിലേക്ക് ശ്രദ്ധ നൽകുക. A bright beam of light. അത് ആ ഭ്രൂമധ്യത്തിൽ നിന്ന് നെറ്റി മുഴുവൻ പരക്കുന്നതായും തലയിൽ ആ ബ്രെയിനിന്റെ ഭാഗം, മുകൾ ഭാഗം മുഴുവൻ പരന്ന് അത് തലയ്ക്കകം മുഴുവൻ ആ വെളിച്ചം പരക്കുന്നത് അറിയുക. വളരെ സുഖകരമായ ചെറിയ ചൂടുള്ള ആ ലൈറ്റ് അങ്ങനെ മുഖം മുഴുവൻ പരക്കുകയാണ്.
സൈഡിൽ ചെവികൾ, നെറ്റി, പിരികം, കണ്ണുകൾ, മൂക്ക്, കവിളുകൾ, വായ, വായ്ക്കകം, പല്ല്, താടിയെല്ല്, നാക്ക്, താടി, അവിടുന്ന് താഴോട്ട് തൊണ്ട, കഴുത്ത് മുഴുവനായും പരന്ന് അത് ഷോൾഡേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് ആ ലൈറ്റ്. ആ പ്രകാശം മുഴുവനായും ഭ്രൂമധ്യത്തിൽ നിന്ന് തലയും മുഖവും മുഴുവൻ നിറഞ്ഞ് താഴോട്ടൊഴുകി, ശരീരത്തിനകത്ത് താഴോട്ടൊഴുകി, അത് തോളെല്ലിനെ നിറച്ച് മുഴുവനായി നിറഞ്ഞ് കൈകളിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. താഴോട്ടുള്ള ആ ഒഴുകി ഇറങ്ങുന്നത് അങ്ങനെ ഫീൽ ചെയ്യുക, അത് അനുഭവിക്കുക ശരീരത്തിലൂടെ. കൈകളിലേക്ക് ഒഴുകി ഇറങ്ങി എൽബോസിലൂടെ, ലോവർ ആംസിലൂടെ അത് മെല്ലെ വിരലുകളിലേക്ക്, ഓരോ വിരലും ആ ഊർജം കൊണ്ട് നിറയുന്നത്, ആ പ്രകാശം കൊണ്ട് നിറയുന്നത്, അതങ്ങനെ അനുഭവിക്കുക. വിരലുകളുടെ അറ്റം വരെ, ഓരോ വിരലും, കുഞ്ഞി വിരൽ മുതൽ തള്ളവിരൽ മുതൽ വരെ, രണ്ട് കൈകളിലും. ആ വെളിച്ചം അങ്ങനെ മെല്ലെ തോളലിൽ നിന്ന് കൈകളിലേക്ക് ഇറങ്ങി, ഇനി മെല്ലെ അത് നെഞ്ചു മുഴുവനായി ഒഴുകി ഇറങ്ങുന്നു. ആ വെളിച്ചം നെഞ്ച് നിറച്ച് വയറിന്റെ ഭാഗത്തേക്ക് ഒഴുകി ഇറങ്ങുന്നു. ശരീരത്തിന്റെ രണ്ട് വശങ്ങളെയും അത് നിറയ്ക്കുന്നു. പുറം ഭാഗം, അപ്പർ ബാക്ക്, മിഡിൽ ബാക്ക് ആൻഡ് ലോവർ ബാക്ക്, ആ വെളിച്ചത്താൽ നിറയുന്നത് അറിയുക. ശരീരത്തിൽ അത് ഫീൽ ചെയ്യുക, അനുഭവിക്കുക. മെല്ലെ അത് ഹിപ്സിലൂടെ, ഇടുപ്പിലൂടെ ഇറങ്ങി ജെനിറ്റൽസ്, ബട്ടക്സ്, രണ്ട് തുടകൾ, മുട്ടുകൾ, കാഫ് മസിൽസ്, അങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. അതങ്ങനെ അറിയുക, ആസ്വദിക്കുക. ആങ്കിൾസ്, രണ്ട് പാദങ്ങൾ, കാലിലെ വിരലുകൾ, എല്ലാ വിരലുകളിലും ഇതങ്ങനെ വന്ന് നിറയുന്നത് അറിയുക, ആസ്വദിക്കുക. ശരീരം മുഴുവൻ നിറഞ്ഞൊഴുകുന്ന ആ പ്രകാശത്തിൽ ശരീരത്തിലുള്ള ഡിസ്റ്റർബൻസസ് മെല്ലെ അലിഞ്ഞ് ഇല്ലാതാകുന്നത് അനുഭവിക്കുക. ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ വെളിച്ചത്തിൽ, ഈ വെളിച്ചം ഒഴുകി ഇറങ്ങുന്നതിലൂടെ അതിൽ ലയിച്ച്, അതിലൊഴുകി ഇല്ലാതാകുന്നത് അറിയുക. ശരീരം പരിപൂർണമായും അപ്രകാശം നിറഞ്ഞ് ഒഴുകുകയാണ് മുകളിൽ നിന്ന് താഴോട്ട്.
പ്രകാശത്തിൽ നിറഞ്ഞ് പ്രകാശത്തിൽ കുളിച്ച് പ്രകാശത്തിന്റെ സ്രോതസ്സായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ അപ്പോഴും ഏറ്റവും താളാത്മകമായി വളരെ മൃദുവായി ഒഴുകിയെത്തുകയും പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്ന നമ്മുടെ ശ്വാസത്തിനെ അറിയുക. ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ശ്വാസത്തിനെ വീക്ഷിക്കുക, നിരീക്ഷിക്കുക, അറിയുക. ഏറ്റവും നിശബ്ദമായി ഒഴുകിയെത്തുകയും നിശബ്ദതയിൽ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്ന ശ്വാസം, അത് നമ്മിൽ നിറയ്ക്കുന്ന, നമ്മുടെ ഉള്ളിൽ മുഴുവനായും കൊണ്ടെത്തിക്കുന്ന നിശബ്ദത, ആഴത്തിൽ, വളരെ ആഴത്തിൽ പരക്കുന്ന നിശബ്ദത, അത് ആസ്വദിക്കുക. മുഴുവനായും നിറഞ്ഞൊഴുകുന്ന നിശബ്ദത. നിശബ്ദത നിറഞ്ഞ ആ സ്പേസിൽ ശ്രദ്ധ മുഴുവനായും ഹാർട്ട് സ്പേസിലേക്ക് കൊണ്ടുവരിക. ഹൃദയാകാശം, ആ സ്പേസിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ വെളിച്ചത്തിന്റെ ഒരു കടൽ
വളരെ ശാന്തമായ കടൽ, ഹാർട്ട് സ്പേസ്. നമ്മളിൽ മുഴുവനായി നിറഞ്ഞിരിക്കുന്ന ആ പ്രകാശത്തിന്റെ ഒരു കടലാണ് ഇവിടെ. വളരെ ചെറിയ ഓളങ്ങളുള്ള, സുഖകരമായ ഓളങ്ങളുള്ള ആ കടൽ, ഏറ്റവും ശാന്തമായ കടൽ. ആ വെള്ളത്തിന്റെ അനക്കം അത്തരം ഒരു കടലിൽ, ഒരു ബോട്ടിൽ ഇരിക്കുമ്പോൾ, ഒരു വഞ്ചിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ വെള്ളത്തിന്റെ അനക്കം അനുഭവപ്പെടുന്നത്, അത് അനുഭവിക്കുക. ആ വെള്ളത്തിന്റെ അനക്കം ശരീരത്തിൽ അനുഭവിക്കുക. നെഞ്ചിന്റെ സ്പേസ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഇളക്കം. പ്രകാശത്തിന്റെ കടൽ. അത് നമ്മളൊരു വഞ്ചിയിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഇളക്കം എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്, അത് ആ നെഞ്ചിന്റെ ഭാഗത്ത് അനുഭവിക്കുക. നെഞ്ചിന്റെ ആ സ്പേസിൽ ശരീരത്തിന് മുൻവശത്തും വശങ്ങളിലും ബാക്കിലുമായി അത് അറിയുക. എല്ലാ ഡയമെൻഷൻസിലും അത് അറിയുക. നെഞ്ചിലും അപ്പർ ബാക്കിലും വശങ്ങളിലും എല്ലാം നമുക്ക് ആ ഓളത്തിന്റെ ഒരു ചെറിയ ചലനം അങ്ങനെ അറിയുന്നുണ്ട്. അത് ശരീരത്തിൽ അനുഭവവേദ്യമാകുന്നുണ്ട്. അവിടെ ആ കടലിന്റെ പരപ്പിൽ ആ പ്രകാശത്തിന്റെ സ്രോതസ് അങ്ങ് അകലെ വളരെ കോൺസെൻട്രേറ്റഡ് ആയി ആ വെളിച്ചത്തിന്റെ ഒരു സ്രോതസ് നമുക്ക് കാണാം. പ്രകാശത്താൽ നിർമ്മിതമായ ഒരു ഫിഗർ, ഒരു രൂപം. The source of that light. അതിനടുത്തേക്ക് നീങ്ങുക. ഓരോ ശ്വാസത്തിനോടുമൊപ്പം ഓരോ ശ്വാസം അകത്തേക്ക് വന്ന് പുറത്തേക്ക് ഒഴുകുന്നതിനോടൊപ്പം നമ്മൾ ആ വെള്ളത്തിലൂടെ, ആ ഓളങ്ങളിലൂടെ ഒഴുകി ഒഴുകി പ്രകാശമാനമാർന്ന ആ രൂപത്തിനടുത്തേക്ക്, നമ്മുടെ മാസ്റ്റർ, നമ്മുടെ ചൈതന്യം അതിനടുത്തേക്ക് ഒഴുകി 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 എത്തുന്നതായി അനുഭവിക്കുക. ഓരോ ശ്വാസം വന്നു പോകുമ്പോഴും ഞാൻ എൻ്റെ ആ ചൈതന്യത്തിനടുത്തേക്ക്, പ്രകാശത്തിന്റെ പൂർണ്ണമായ ഒരു രൂപം, ശരീരം മുഴുവൻ പടർന്നു കിടക്കുന്ന, പരന്നു കിടക്കുന്ന ആ വെളിച്ചത്തിന്റെ വളരെ മൂർത്തിഭാവമായ ഒരവസ്ഥ, അതിനടുത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ഓരോ ശ്വാസത്തിനോടൊപ്പം ഞാൻ അതിനടുത്തേക്ക് എത്തുകയാണ്.
അടുത്ത 3 ശ്വാസത്തോടൊപ്പം ഞാൻ അവിടെ പൂർണ്ണമായും എത്തിച്ചേരുന്നു. ശ്വാസം അകത്തേക്ക് എത്തുന്നു, പുറത്തേക്ക് ഒഴുകുന്നു. ഞാൻ വളരെ ചേർന്നു, അവിടെ എത്താറായി. ശ്വാസം അകത്തേക്ക് എത്തുന്നു, പുറത്തേക്ക് ഒഴുകുന്നു. ഞാൻ അവിടെ എത്തി. ശ്വാസം അകത്തേക്ക് ഒഴുകുന്നു, പുറത്തേക്ക് ഒഴുകുന്നു. ഇപ്പോൾ ഞാൻ അവിടെയാണ്. ആ പ്രകാശരൂപമായ എൻ്റെ ചൈതന്യത്തിലാണ്. എൻ്റെ ഹയർ സെൽഫ്, മൈ ഗുരു, മൈ മാസ്റ്റർ, എൻ്റെ ചൈതന്യം, എൻ്റെ സ്വരൂപം. ഞാനിപ്പോൾ അവിടെയാണ്. ആ എനർജിയിൽ, ആ ഊർജത്തിൽ അവനവനെ സ്വസ്ഥനാക്കി, സ്വസ്ഥയാക്കി അവിടെ ഇരിക്കുക. ശ്വാസത്തോടൊപ്പം ആ ഊർജം അറിഞ്ഞ് ആ ഊർജം ആസ്വദിച്ച് ആ ഊർജം സ്വാംശീകരിച്ച് അവിടെ സ്വസ്ഥമായിരിക്കുക. അവിടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. ആ ഊർജത്തിൽ നിന്ന് എനിക്കായി എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ? വെറുതെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും അറിയാൻ സാധിച്ചാൽ ഒരു തോട്ട് ലെയറിൽ എന്തെങ്കിലും ഒരു ചിന്തയായി അത് വരുന്നുണ്ടെങ്കിൽ അതിനെ സ്വാംശീകരിക്കുക. എൻ്റെ കോശങ്ങളിൽ ഒരു പ്രത്യേക അനുഭവമായി അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അത് ആസ്വദിക്കുക. ആ ചൈതന്യത്തോടൊപ്പം അങ്ങനെ ഇരിക്കുക. ആ പ്രസൻസ് ആസ്വദിക്കുക. മെല്ലെ നമ്മുടെ ഇന്റൻഷൻ ഓർത്തെടുക്കുക. എൻ്റെ ഇച്ഛ, അത് ഒരു മനോഹരമായ ഒരു പൂവിന്റെ രൂപത്തിൽ. ആ ഇച്ഛയെ
ആ ഊർജ രൂപത്തിന് മുമ്പിൽ, ചൈതന്യത്തിന് മുമ്പിൽ അതിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുക. മനോഹരമായ ഒരു പുഷ്പം അത് ആ പാദങ്ങളിൽ സമർപ്പിച്ച് ഇച്ഛയെ ഒരു സുന്ദരമായ പൂവായി കണക്കാക്കി ആ രൂപത്തിൽ അത് ആ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അതിനോടൊപ്പം ആ ഇച്ഛ എന്ന സീഡിന് ശബ്ദവും നൽകുക. എന്താണോ എൻ്റെ ഇച്ഛ അതവിടെ ഉറക്കെ, എൻ്റെ ശബ്ദം അവിടെ ഉറക്കെ ആ ഇച്ഛയെ സമർപ്പിക്കുക. ശബ്ദത്തിലൂടെ അത് പറയുക. എന്താണോ എൻ്റെ ഇന്റൻഷൻ, എൻ്റെ ഇച്ഛ എന്താണ്, അതവിടെ പൂർണ്ണമായും ഒരു പുഷ്പമായി സമർപ്പിച്ചതിനോടൊപ്പം ഒരു ശബ്ദമായും സമർപ്പിക്കുക. അത് അവിടെ ഉച്ചരിക്കുക. എൻ്റെ ഇച്ഛ എന്താണോ അതിനെ അവിടെ പറയുക, മുഴുവനായും പറയുക. ഏറ്റവും ഫീലിങ്ങോട് കൂടി, അതിന്റെ മുഴുവൻ ഫീലിങ്ങോട് കൂടി, അതിനോടുള്ള പൂർണ്ണമായ ആഗ്രഹത്തോടു കൂടി ആ ആഗ്രഹത്തെ ശബ്ദരൂപത്തിലും അവിടെ സമർപ്പിക്കുക. സ്വന്തം ഇച്ഛയോടുള്ള ഏറ്റവും സ്നേഹത്തോടു കൂടി, അതിനോടുള്ള മുഴുവൻ ഫീലിങ്ങിനോട് കൂടി, അതിന്റെ മുഴുവൻ ഇന്റൻസിറ്റിയോട് കൂടി, ആഴത്തിലുള്ള അതിനോടുള്ള ഫീലിംഗ്, അതിനോടൊപ്പം അതവിടെ ഉച്ചരിക്കുക, അതവിടെ പറയുക, അതൊരു പൂവായി അവിടെ സമർപ്പിക്കുക. അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് അറിയുക. മുഴുവൻ ശരീരം കൊണ്ട് അനുഭവിക്കുക. ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തം. അതിൽ മുഴുവൻ എനർജിയോടുകൂടി പ്രസന്റ് ആയിരിക്കുക. ആ ചൈതന്യ സ്വരൂപത്തിൽ നമ്മുടെ ഇച്ഛ ഒരു പ്രകാശമായി ലയിക്കുന്നത് കാണുക. ആ പുഷ്പവും ആ വാക്കുകളും ആ ചൈതന്യ സ്വരൂപം സ്വാംശീകരിക്കുന്നു. ആ വെളിച്ചത്തിൽ അതങ്ങനെ ലയിച്ചു ചേരുന്നത്, ആ സ്വരൂപത്തിൽ അതങ്ങനെ ലയിച്ചു ചേരുന്നത്, ഒന്നായി മാറുന്നത് കാണുക, അത് ആസ്വദിക്കുക.
ഏറ്റവും ആദരവോടുകൂടി, ഏറ്റവും നന്ദിയോടുകൂടി പതുക്കെ ആ ദർശനത്തിൽ നിന്ന്, ആ പ്രസൻസിൽ നിന്ന് ഒരു നിശ്വാസത്തിലൂടെ അവനവനെ തിരിച്ച് ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ദീർഘമായ നിശ്വാസത്തിൽ അവനവൻ മെല്ലെ, ഓരോരുത്തരും മെല്ലെ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചെത്തുന്നത് അറിയുക. ഒരു ദീർഘമായ നിശ്വാസത്തിൽ ഞാൻ മെല്ലെ ആ ചൈതന്യ സ്വരൂപത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് തിരിച്ചെന്റെ ശരീരത്തിലേക്ക്, എന്റെ ഹാർട്ട് സ്പേസിലേക്ക് തിരിച്ചെത്തുന്നു. ആ ഹാർട്ട് സ്പേസിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും നന്ദിയോടെ, സ്നേഹത്തോടെ ആ മുഹൂർത്തത്തെ സ്മരിക്കുക, ഓർക്കുക. നമ്മുടെ മനസ്സിലുള്ള നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക. അതിലൂടെ മുഴുവൻ ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക. മെല്ലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളായി അനക്കി, കൈകാലുകൾ മെല്ലെ അനക്കി കൊടുത്ത് ശരീരത്തിന്റെ ഓരോ ഭാഗത്തോട് മനസ്സുകൊണ്ട് പറയുക, തിരിച്ചു വരാം. കൈകാലുകൾ സ്ട്രെച്ച് ചെയ്യുക, ശരീരം മുഴുവനായി അറിയുക. കണ്ണു തുറക്കാതെ കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി ആ ചൂട് മെല്ലെ കണ്ണിന് നൽകുക. മെല്ലെ കണ്ണുറക്കുക. Wonderful, friends. So, ഇന്ന് ആ ചൈതന്യത്തിന്റെ നിറവിൽ, ആ വെളിച്ചത്തിൽ അങ്ങനെ നമുക്ക് ഡിന്നറിന്റെ നേരെ പോവാം, അല്ലെ? അത്താഴം കഴിക്കാൻ പോകാം. സോ നമ്മുടെ 11 ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇതിലെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അറിയാൻ ആഗ്രഹമുണ്ട്. സോ ഇപ്പൊ നമുക്ക് ഈ സമയം അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് വാട്സാപ്പിൽ അത് ഷെയർ ചെയ്യണം എല്ലാവരും. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Good night. Thank you, ma'am. Good night. Good night. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, Shishi. Thank you. Thank you, ma'am. Thank you. Thank you so much. Thank you. മെല്ലെ പതുക്കെ ഓരോ കാര്യങ്ങളിലേക്കും കിടക്കുക. പെട്ടെന്ന് ചാടി ഓടി ആ എനർജിയുടെ രസം കളയാതെ മെല്ലെ നിറയെ വെള്ളം കുടിക്കുക. മെല്ലെ മെല്ലെ ആ എനർജി എറിഞ്ഞ് ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ബൈ. Thank you.